Hi all, I am Shruti from B-GHUD Academy. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് OET ലെറ്റർ റൈറ്റിങ്ങിന്റെ ഫോർമാറ്റ് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ ലെഫ്റ്റ് അലൈൻമെന്റ് ആണ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ലെറ്ററിൽ തുടക്കം മുതൽ ഒടുക്കം വരെ എന്ത് എഴുതിയാലും നമ്മൾ ലെഫ്റ്റ് സൈഡ് മാർജിനിൽ നിന്നാണ് എഴുതി തുടങ്ങുന്നത്. ഒരു ലെറ്ററിന്റെ ആദ്യം നമ്മൾ എന്തായിരിക്കും എഴുതുക? ഡേറ്റ് ആണ് ആദ്യം എഴുതുന്നത്. ഡേറ്റ് എഴുതുമ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളുടെ കേസ് നോട്ടിൽ ടുഡേയ്സ് ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് എടുത്തായിരിക്കും നമ്മൾ ലെറ്ററിൻ്റെ ഡേറ്റ് ആയിട്ട് എഴുതുക. അങ്ങനെ ഒരു ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ ടാസ്കിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ട് തന്നിരിക്കുന്ന മറ്റു ഡേറ്റ് എടുത്തായിരിക്കും എഴുതുക. ഇനി ഈ ഡേറ്റ് എഴുതാൻ നമുക്ക് രണ്ട് ഡേറ്റ് ഫോർമാറ്റ്സ് ആണുള്ളത്. ഒന്ന് വേർഡ് ഓർ എക്സ്പാൻഡഡ്, രണ്ട് സ്ലാഷ് ഓർ ഡിജിറ്റ്. വേർഡ് ഓർ എക്സ്പാൻഡഡിൽ നമ്മൾ ഡേറ്റിനെ ഡബിൾ ഡിജിറ്റിൽ എഴുതി മന്തിൻ്റെ എൻറ്റയർ നെയിം എഴുതി ഇയറിനെ 4 ഡിജിറ്റിൽ എഴുതി നിർത്തുന്നു. ഇനി സ്ലാഷ് ഓർ ഡിജിറ്റിൽ ഡബിൾ ഡിജിറ്റ് സ്ലാഷ് 4 ഡിജിറ്റ് എന്ന് എഴുതാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 January 2013. വേർഡ് ഓർ എക്സ്പാൻഡിൽ എഴുതുമ്പോൾ 02 സ്പേസ് ജാനുവരി, ജെ ഇസ് ക്യാപിറ്റൽ, സ്പേസ് 2013 എന്ന് എഴുതാം. ഇനി സ്ലാഷ് ഓർ ഡിജിറ്റ് ഫോർമാറ്റിൽ എഴുതുമ്പോൾ 02/01/2013 എന്ന് എഴുതാം. ഈ ഡേറ്റ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഒരു ലൈൻ ലീവ് ചെയ്തിട്ട് അടുത്തതായിട്ട് എഴുതുന്നത് അഡ്രസ്സാണ്, റീഡറിൻ്റെ അഡ്രസ്സ്. ഇത് നമുക്ക് കിട്ടുന്നത് നമ്മുടെ കേസ് നോട്ടിന് ഏറ്റവും അവസാനത്തെ റൈറ്റിംഗ് ടാസ്കിലായിരിക്കും കിടക്കുക. അവിടുന്ന് നമ്മളെടുത്ത് ഇങ്ങോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ അഡ്രസ്സിലും റീഡറിനൊരു പേരുണ്ടാവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ റീഡർക്ക് പേരില്ല എന്നുണ്ടെങ്കിൽ അഡ്രസ്സിൻ്റെ ആദ്യത്തെ ലൈനിലൊരു ദ ഇട്ട് കൊടുക്കുക. അതിനിപ്പോൾ പേരിന് പകരം അയാളുടെ പൊസിഷനാണ് തന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ദ ഇട്ട് കൊടുക്കുക. പകരം ഒരു ഫെസിലിറ്റിയുടെ പേരെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ദ ഇട്ട് കൊടുക്കുക. റൈറ്റ് എ ലെറ്റർ ടു സൈക്യാട്രിസ്റ്റ് എന്നാണെങ്കിൽ ദ സൈക്യാട്രിസ്റ്റ് റിമൈനിങ് അഡ്രസ്സ് എഴുതുക. റൈറ്റ് എ ലെറ്റർ ടു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ എന്നാണെങ്കിൽ ദ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ റിമൈനിങ് അഡ്രസ്സ് എഴുതുക. ശേഷം ഒരു ലൈനും കൂടെ വിട്ടിട്ട് നമുക്ക് സല്യൂട്ടേഷനിലേക്ക് കടക്കാം. സല്യൂട്ടേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ പേർപ്പസ് എന്താണ്? സല്യൂട്ടേഷൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് നമ്മളുടെ റീഡറിനെ റെസ്പെക്റ്റ്ഫുള്ളി അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. റീഡറിൻ്റെ പേര് തന്നിട്ടുണ്ടെങ്കിൽ ഡിയർ പ്ലസ് ടൈറ്റിൽ പ്ലസ് സെക്കൻഡ് നെയിം കോമ എന്നിടാം. ഇനി റീഡറിൻ്റെ പേര് തരാതെ അഡ്രസ് പാർട്ടിൽ നമ്മൾ എഴുതിയത് ദ സൈക്യാട്രിസ്റ്റ് എന്നാണെങ്കിൽ നമ്മുടെ സല്യൂട്ടേഷൻ വരുമ്പോൾ ഒന്നുകിൽ ഡിയർ സൈക്യാട്രിസ്റ്റ് കോമ എന്നോ അല്ലെങ്കിൽ ഡിയർ സർ ഓർ മാഡം കോമ എന്നോ ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് എഴുതാവുന്നതാണ്. ഇനി റീഡറിൻ്റെ പേരും തന്നിട്ടില്ല, റീഡറിൻ്റെ ഡെസിഗ്നേഷൻ തന്നിട്ടില്ല, പകരം ഒരു ഫെസിലിറ്റിയുടെ പേരാണ്, അതായത് റൈറ്റ് എ ലെറ്റർ ടു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അഡ്രസ്സിൽ ദ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ എന്ന് എഴുതിയിരിക്കുന്നുണ്ടെങ്കിൽ കമ്മിങ് ടു സല്യൂട്ടേഷൻ നമുക്ക് ഡിയർ സർ ഓർ മാഡം കോമ എന്നുള്ള ഓപ്ഷൻ മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സല്യൂട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരു ലൈൻ ലീവ് ചെയ്തിട്ട് നമ്മൾ റെഫറൻസിലേക്ക് കടക്കുകയാണ്. റെഫറൻസ് വരുമ്പോൾ റെഫറൻസിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് പേഷ്യൻ്റെ പേരും പേഷ്യൻ്റെ ഏജും മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. ടിൽ സല്യൂട്ടേഷൻ വരെ നമ്മൾ ഹെഡിങ്സ് ഒന്നും കൊടുക്കുന്നില്ല. ഡേറ്റ് എഴുതേണ്ടടുത്ത് ഡേറ്റ് എഴുതുന്നു, അഡ്രസ്സ് എഴുതുന്നു, സല്യൂട്ടേഷൻ എഴുതുന്നു. ബട്ട് കമ്മിങ് ടു റെഫറൻസ് പേഷ്യൻ്റെ പേരും പേഷ്യൻ്റെ ഏജും മെൻഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ക്യാപിറ്റൽ ആറും ഒരു സ്മോൾ ലെറ്റർ ഇയും ഇട്ട് ഒരു കോളിനിട്ടിട്ടാണ് നമ്മൾ പേഷ്യൻ്റെ പേര് എഴുതി കോമയിട്ട് പേഷ്യൻ്റെ ഏജ് എഴുതുന്നത്. പേഷ്യൻറ്റിൻ്റെ ഏജ് എഴുതുന്ന സമയത്ത് ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ആ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാനാണ്. ഈ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ ഡേറ്റ് പറഞ്ഞ് അതേ ഡേറ്റ് ഫോർമാറ്റ് തന്നെ ഇവിടെയും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഏജ് എഴുതാം. ഏജ് എഴുതാൻ നമുക്ക് 4 ഫോർമാറ്റ്സ് ആണുള്ളത്. ഒന്നുകിൽ ഏജ്ഡ് 24, അല്ലെങ്കിൽ ഏജ്ഡ് 24 ഇയേഴ്സ്, അല്ലെങ്കിൽ 24 ഇയേഴ്സ് ഓൾഡ്, അല്ലെങ്കിൽ 24-year-old മാൻ ഓർ വുമൺ അക്കോർഡിംഗ് ടു ദി ജെൻഡർ ഓഫ് യുവർ പേഷ്യൻറ്റ്. ഈ 4 ഫോർമാറ്റ്സിൽ ഏത് ഏജ് ഫോർമാറ്റ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ബേബീസിൻ്റെ ഏജ് പറയുമ്പോൾ 2 ദിവസം പ്രായമായതോ അല്ലെങ്കിൽ 4 മാസം പ്രായമായോ ഉള്ള കുഞ്ഞുങ്ങൾക്കൊന്നും നമ്മൾ ഏജ്ഡ് എന്ന് പറയുന്ന ഫോർമാറ്റ് യൂസ് ചെയ്യത്തില്ല. അവർക്കിപ്പം 2 days old അല്ലെങ്കിൽ 2-day-old ബേബി, 4 weeks old അല്ലെങ്കിൽ 4-week-old ബേബി, ഇതിലേതെങ്കിലുമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. റെഫറൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലൈൻ വിട്ടിട്ട് നേരെ നമ്മൾ ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കുകയാണ്. ഇൻട്രൊഡക്ഷൻ എഴുതി ഒരു ലൈൻ ലീവ് ചെയ്ത് നമ്മൾ ബോഡി പാരഗ്രാഫിലേക്ക് കടന്നു. ബോഡി പാരഗ്രാഫ് അക്കോർഡിംഗ് ടു ദി ടാസ്ക് 3 ബോഡി പാരഗ്രാഫുകളോ അല്ലെങ്കിൽ 2 ബോഡി പാരഗ്രാഫുകളോ എഴുതാവുന്നതാണ്. ശേഷം നമ്മളൊരു ലൈൻ ലീവ് ചെയ്ത് ഡിസ്ചാർജ് പ്ലാനാണ് എഴുതുന്നത്. ഡിസ്ചാർജ് പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിന് ഇനി വേണ്ട കാര്യം, ഡിസ്ചാർജിന് ശേഷം പേഷ്യൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണോ അതൊക്കെയാണ് നമ്മൾ ഡിസ്ചാർജ് പ്ലാൻ എന്ന് പറയുന്ന പാരഗ്രാഫിൽ എഴുതുന്നത്. ടാസ്കിൽ ഒരു ഡിസ്ചാർജ് പ്ലാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ ലെറ്ററിലും നമ്മൾ ഡിസ്ചാർജ് പ്ലാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഈ ഡിസ്ചാർജ് പ്ലാൻ നമ്മൾ എഴുതുമ്പോൾ യൂസ് ചെയ്യേണ്ട ടോൺ റിക്വസ്റ്റിംഗ് ടോൺ ആണ്. ഒരിക്കലും ഒരു ഡിമാൻഡിങ് ടോണിലൂടെ നമ്മൾ ഡിസ്ചാർജ് പ്ലാനിലെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പാടില്ല. ഡിസ്ചാർജ് പ്ലാൻ എഴുതി ഒരു ലൈൻ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൺക്ലൂഷൻ വരെ എത്തി. കൺക്ലൂഷൻ ജസ്റ്റ് ഒരു സെൻറ്റൻസേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ ആ സെൻറ്റൻസ് സിമ്പിൾ ആണെങ്കിലും പവർഫുൾ ആണ്. കാരണം ആ സെൻറ്റൻസ് വരെ, ആ കൺക്ലൂഷൻ വരെയാണ് നമ്മളുടെ വേർഡ് കൗണ്ട് കൺസിഡർ ചെയ്യുന്നത്. കൺക്ലൂഷൻ എന്ന് പറയുന്ന ഒരൊറ്റ സെൻറ്റൻസേ ഉള്ളൂ. ഇഫ് യു ഹാവ് എനി ക്വയറീസ്, പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ.
പിന്നെ ഒരു ലൈനും കൂടെ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലെറ്ററിൻ്റെ ഫൈനൽ പാർട്ടിലോട്ട് എത്തി സൈൻ ഓഫ്. റീഡറിൻ്റെ പേരുണ്ടെങ്കിൽ നമ്മൾ യുവേഴ്സ് സിൻസിയർലി എന്ന് എഴുതും. റീഡറിൻ്റെ പേരില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അതായത് റൈറ്ററിൻ്റെ പേരുണ്ടോ എന്നുള്ളതാണ്. റൈറ്ററിൻ്റെ പേരുണ്ടെങ്കിൽ തൊട്ടടുത്ത ലൈനിലേക്ക് റൈറ്ററിൻ്റെ പേരും അടുത്ത ലൈനിൽ ഡെസിഗ്നേഷനും എഴുതി ലെറ്റർ കൺക്ലൂഡ് ചെയ്യാം. റൈറ്ററിൻ്റെ പേരില്ല എന്നുണ്ടെങ്കിൽ സൈൻ ഓഫിന് ശേഷം ഒരു ലൈൻ ലീവ് ചെയ്തിട്ട് ഡെസിഗ്നേഷൻ എഴുതി ലെറ്റർ അവസാനിപ്പിക്കാവുന്നതാണ്. സൈൻ ഓഫ് എഴുതുമ്പോൾ പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പങ്ക്ച്വേഷൻസ് ഒന്നും വേണ്ട. സിൻസിയർലി ഓർ ഫെയ്ത്ത്ഫുള്ളി ഏതാണോ എഴുതുന്നത് അതിനുശേഷമുള്ള കോമ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതല്ലാതെ അവിടെ മറ്റ് പങ്ക്ച്വേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയൊന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ലെറ്ററിൻ്റെ ഫോർമാറ്റ് കംപ്ലീറ്റ് ആയി. Hope you got an idea. Thank you.